ജീസസ് യൂത്തിലെ 32 യുവതീ യുവാക്കൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി തീരുമാനമെടുത്ത് ഒരുങ്ങി അതിൻ്റെ കമ്മീഷനിങ് ആയിരുന്നു കഴിഞ്ഞ ജൂൺ 30. അവരുടെ ജോലിയും വരുമാനവും ഒക്കെ ഉപേക്ഷിച്ച്, കരിയറും കാശുമൊക്കെ അവഗണിച്ച് കർത്താവിന് വേണ്ടി എവിടെ പറഞ്ഞയച്ചാലും അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ 32 യുവതി യുവാക്കൾ സന്നദ്ധരായിരുന്നു. 1991 മുതൽ ഇപ്രകാരം ഓരോ വർഷവും വലിയൊരു സംഘം യുവതി യുവാക്കൾ ഒരു വർഷം മിനിമം ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് എവിടെ അയച്ചാലും സന്നദ്ധരായി പോകുവാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരുന്നുമുണ്ട്. 1970കളിലാണ് ഒരു പറ്റം യുവതി യുവാക്കൾ ഇപ്രകാരം കൂട്ടായ്മയിൽ ഒരുമിച്ച് വരികയും വചനം വായിച്ച് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുള്ള ഒരു പ്രത്യേകമായ തീരുമാനമെടുത്തു വന്നത്. 80കളിൽ അതിന് ജീസസ് യൂത്ത് എന്ന ഔദ്യോഗിക നാമധേയം സ്വന്തമായി. വരാപ്പുഴ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന ഡാനിയൽ അച്ചാര്യപറമ്പിൽ പിതാവ് 2007 ഓഗസ്റ്റ് മാസം 20 നൽകിയ കത്തുപ്രകാരം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ജീസസ് യൂത്തിനെ ഒരു ദേശീയ ഔദ്യോഗിക കത്തോലിക്ക യുവജന പ്രസ്ഥാനമായി അംഗീകരിച്ചു. പിന്നീട് 2016 ഏപ്രിൽ മാസം 6 ആഗോളതലത്തിൽ ഒരു ക്രൈസ്തവ അൽമായ പൊന്തിഫിക്കൽ പദവിയുള്ള അന്തർദേശീയ സംഘടനയായി പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ലൈറ്റിയും അതിന് അംഗീകാരം കൊടുത്തിരുന്നു. അങ്ങനെ 1991 മുതൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓരോ വർഷവും നിരവധി യുവതി യുവാക്കൾ ലോകത്തിൻ്റെ പല സ്ഥലത്ത്, ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിലേക്ക്, ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവരെല്ലാം മറന്ന് വീടും നാടും പരിചിത സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് വിട്ടിറങ്ങുന്നു. കളമശ്ശേരി ജ്യോതിർഭവനിൽ വെച്ച് ഈ ജൂൺ മാസം 30 ഇപ്രകാരം നടന്ന ഈ കമ്മീഷനിങ് തയ്യാറെടുത്ത് അയക്കപ്പെടുന്ന ആ കർമ്മത്തിൽ പലരുടെയും മാതാപിതാക്കളും സന്നിഹിതരായിരുന്നു. അതിൽ 2 പേർ സെമിനറി വിദ്യാർത്ഥികളാണ്. ചിലർ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമാണ്. അങ്ങനെ അവരുടെ ഭാവിയിൽ ലഭിക്കുന്ന ശമ്പളവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച്, പണവും മറ്റ് പരിഗണനകളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി ഇറങ്ങിപ്പുറപ്പെടുന്നു. പ്രതിസന്ധികളുണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും കർത്താവ് തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, ശരണത്തോടുകൂടെ ഈ യുവതി യുവാക്കൾ ക്രിസ്തുവിനായി, അവിടുത്തെ ജനത്തിനായി, യുവജനങ്ങൾക്കായി ശുശ്രൂഷയർപ്പിക്കുവാൻ പോകുന്നു. മാത്രമല്ല, ഇപ്രകാരം പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് പോകുന്ന ആ തങ്ങളുടെ പൊന്നോമന പുത്രീപുത്രന്മാരെ പ്രോത്സാഹിപ്പിച്ച് അയക്കുവാൻ അവിടെ അവരുടെ മാതാപിതാക്കളും ഉണ്ട്. ഞാൻ അറിയാതെ ഓർത്തുപോയത്, വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം സെമിനറിയിൽ ചേരുവാൻ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോന്ന ആ ഒരു അനുഭവമായിരുന്നു.
യഥാർത്ഥത്തിൽ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചിരുന്നു ഞാൻ സെമിനറിയിൽ പോകട്ടെ എന്ന്. അന്ന് എതിർപ്പ് പറഞ്ഞത് ആദ്യം അപ്പച്ചൻ തന്നെയായിരുന്നു. കാരണം ഇത്രയും ഗൗരവതരമായ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുവാനുള്ള പക്വത ആ പ്രായത്തിൽ ആ ഇളം മനസ്സിന് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ. പക്ഷെ പിന്നീട് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ഈ ആഗ്രഹം അറിയിച്ചപ്പോൾ അല്പം സന്ദേഹമുണ്ടായി. കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ട് പോരെ എന്ന് ചിന്തിച്ചെങ്കിലും സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെ സെമിനറി പ്രവേശനത്തിൻ്റെ സെലക്ഷൻ നടപടിയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ആ നിശ്ചിത ദിവസം സെമിനറിയിലേക്ക് പോകുവാൻ തയ്യാറാകുന്ന ആ ദിവസം പോകുന്നതിന് തൊട്ടു മുൻപ് ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി. 4-5 വർഷം അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്തിരുന്ന ആ അൾത്താരയ്ക്ക് മുൻപിൽ സക്രാരിയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉൾവികാരമാണ് എനിക്ക് അനുഭവവേദ്യമായത്. അറിയാതെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട് തന്നെ ആ സക്രാരിയിലേക്ക് ഞാൻ നോക്കി നിന്നു. നേരം പ്രാർത്ഥിച്ചതിന് ശേഷം നിത്യസഹായ മാതാവിൻ്റെ ആ രൂപത്തിലും ഞങ്ങൾ ഇടവമധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രതിമയുടെ മുൻപിലുമൊക്കെ പോയി പ്രാർത്ഥിച്ചു തോർക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ സമയത്ത് ആരും ദേവാലയത്തിൽ ഉണ്ടായില്ല. കണ്ണുകൾ തുടച്ച് വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നു യാത്ര പറയുവാനായി. ഇന്നും ആ സംഭവമെല്ലാം ഈ കമ്മീഷനിങ്ങിൻ്റെ അവസരത്തിൽ ഞാൻ കൂടുതൽ ഓർത്തു. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന് വേണ്ടി അവിടുത്തെ വിശുദ്ധ ഹിതമനുസരിച്ച് നാം വീട് വിട്ടിറങ്ങുമ്പോൾ അവിടുത്തെ പരിപാലനയുടെ കരം എന്നും നമ്മെ പിന്തുടരും. അങ്ങനെ ത്യാഗത്തോടുകൂടെ ഒരു മകനെ ഒരു മകളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി ഇങ്ങനെ കുളിർമഴ പോലെ പെയ്തിറങ്ങും. യഥാർത്ഥത്തിൽ അബ്രാഹത്തിനോട് ദൈവം തൻ്റെ അരുമ മകനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യൻ ഒരു സങ്കോചവും കാണിക്കാതെ, ഒരു ആത്മസംഘർഷവും പുറത്തു കാണിക്കാതെ കർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് മകനെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ 22-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുക: അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഒരു സങ്കോചവുമില്ല, ഒരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വിശുദ്ധമായ ഹിതം, ആ വിളി അനുസരിച്ച് മുന്നോട്ട് പോകണം. സാറായോട് പോലും ഒരു വാക്ക് ഉരിയാടുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധഹിതം മാത്രം നടക്കണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ അബ്രാഹം പുത്രനായ ഇസാക്കുമായി ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് അടിയുറച്ച വിശ്വാസം ജീവിക്കുന്ന അബ്രാഹത്തിന് കിട്ടുന്ന സമ്മാനം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതുന്നുണ്ട്: നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി അനുഭവിച്ച വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രാഹം. ദൈവത്തിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന മനുഷ്യൻ. കാരണം എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറം സാറായിൽ നിന്ന് ഇസ്ഹാക്ക് എന്ന ആ പുത്രനെ ലഭിക്കുക ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യനാണ് അബ്രാഹം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു +2 വിദ്യാർത്ഥി അപകടത്തിൽ മരണപ്പെട്ടു. അന്ന് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ
മറ്റു ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് സാധിച്ചില്ല. ആ ഇടവക പള്ളിയിൽ അൾത്താരപാലൻ കൂടിയായിരുന്ന ആ വിദ്യാർത്ഥി അപ്രകാരം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതിൽ ഏറെ നൊമ്പരപ്പെട്ടിരുന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ 7ാം ചരമദിനത്തിൽ ഞാൻ ആ സെമിത്തേരിയിൽ പോയിരുന്നു. അവരുടെ ആ വലിയ സങ്കടത്തിന് ആശ്വാസവാക്കുകൾ പറയുവാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. അവരോടൊപ്പം ആ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. സാധിക്കുന്ന വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ആ കുടുംബനാഥൻ ഈ മരണപ്പെട്ട +2 വിദ്യാർത്ഥിയുടെ ആ അൾത്താര ബാലൻ്റെ പിതാവ് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ 2 കൈകരങ്ങളും ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഈശോയുടെ മകനായിരുന്നു. അവനിപ്പോൾ ഈശോയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ ഒരു വൈദികനാകാൻ സെമിനറിയിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. എന്നാൽ ഞങ്ങളാണ് അവനെ നിരുത്സാഹപ്പെടുത്തിയത്. ഞാൻ അവനോട് പറഞ്ഞു, നീ സെമിനറിയിൽ ചേർന്നാൽ നീ അവിടെ പെട്ടുപോകും. പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട്? ഇപ്പോൾ എനിക്കറിയാം അവൻ ദൈവസന്നിധിയിൽ ഈശോയുടെ അഭീഷ്ടമനുസരിച്ച് പോയിരിക്കുന്നു. ഒരുപക്ഷേ അവൻ സെമിനറിയിൽ ചേർന്നിരുന്നെങ്കിൽ ദൈവം അവൻ്റെ ജീവിതം ഇപ്പോഴും ഈ ലോകത്തിൽ തന്നെ തരുമായിരുന്നിരിക്കണം. ഞാൻ ആ കുടുംബനാഥനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എല്ലാം അവിടുത്തെ വിശുദ്ധ ഹിതം പോലെ. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് തന്നെ നാം നീങ്ങുമ്പോൾ എല്ലാം അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകും. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്കു വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. മണലാരണ്യത്തിൽ നീണ്ട നാളുകൾ പ്രവാസ ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന പ്രവാചകൻ്റെ വചനങ്ങളാണിത്. ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ. അവിടെ ഒരു സ്നേഹമസൃണമായ ക്ഷണമാണിത്. ഒരു നിർബന്ധവുമില്ല. സ്നേഹത്തോടുകൂടെ ദൈവപിതാവിൻ്റെ ആ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ: ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ. ജലം പുതുജീവൻ്റെയും സമൃദ്ധിയുടെയും ശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. ദാഹാർത്തരെ വരുവിൻ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. യഥാർത്ഥത്തിൽ ഒരു മരുഭൂമിയിൽ പ്രത്യേകമായി ഒന്നും സൗജന്യമല്ല, ഒന്നും വില കൊടുക്കാതെ ലഭ്യമല്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പ്രവാചകനിലൂടെ കർത്താവ് പറയുക: എൻ്റെ സമീപത്തേക്ക് വരിക, ദാഹാർത്തരെ വരിക, സൗജന്യമായി സ്വീകരിക്കുക എന്നുള്ള ക്ഷണം. നിങ്ങൾ ജീവിക്കും. അങ്ങനൊരു പുതിയ ജീവൻ സമ്മാനിക്കുവാൻ അവിടുന്ന് തൻ്റെ ജനത്തെ, പ്രത്യേകിച്ച് ഈ ബാബിലോൺ പ്രവാസ കാലത്തുള്ള ഇസ്രായേൽ ജനത്തെ ക്ഷണിച്ചതുപോലെ ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലും സങ്കടങ്ങളിലും കഴിയുന്ന ശിഷ്യന്മാരോടും കർത്താവ് പറയുന്നത് ഇതാണ്:
മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നത് പോലെ, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്കല്പം വിശ്രമിക്കാം. കർത്താവ് നമ്മെ വിളിക്കുക അങ്ങനെ ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനും ആ സമൃദ്ധിയുടെ ജീവൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനും വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുക, വന്നു കാണുക. കാണുക എന്നുള്ളത് വെറും കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച മാത്രമല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിലെ അനുഭവം കൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ആ വാക്യങ്ങളിൽ മുന്തിരിച്ചെടിയും ശാഖകളും ഉള്ള ആ ഉപമ അരുൾ ചെയ്യുക വഴി എന്നിൽ വസിക്കുക. അങ്ങനെ ക്രിസ്തുവിനോട് വസിച്ചുകൊണ്ട് പുതിയ തളിരും പൂക്കളും കായ്കളും ജീവിതം വഴി സമ്മാനിക്കാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ തന്നെ ഫലസമൃദ്ധിയിലേക്ക് വളരുവാനുള്ള ക്ഷണമാണ് കർത്താവ് നൽകുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഈ വിളിയും വചനങ്ങളും ശ്രവിച്ച എത്രയോ പേർ ചരിത്രത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുധാവനം ചെയ്തിരിക്കുന്നു. അപ്രകാരം തന്നെ പിന്തുടർന്ന 32 യുവാക്കൾ ഇന്നിപ്പോൾ ഈ വർഷം ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജീവിതത്തിൽ പുതിയൊരു സംതൃപ്തിയും സൗഭാഗ്യവും അനുഭവിക്കുന്നു. റോമിലെ ഫ്രാൻസിസ്ക കബ്രീനി എന്ന ഒരു ഇടവകയിൽ അവിടെ ഉണ്ടായിരുന്ന നിയോ കാറ്റഗുമിനേറ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇടയ്ക്ക് ഞാൻ പോയി വിശുദ്ധ ബലിയർപ്പിച്ച് സഹായിക്കുമായിരുന്നു. ആ ഗ്രൂപ്പിലെ അംഗങ്ങളിൽ ഒരാൾ ഇറ്റലിയിലെ തന്നെ നീന്തൽ മത്സരത്തിൽ ദേശീയ ജേതാവായിരുന്ന അന്നറീറ്റ എന്നൊരു സഹോദരിയായിരുന്നു. ഭർത്താവ് പൗളോ മുന്തനാരി ഒരിക്കൽ ഇങ്ങനെ ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഓപ്പറേഷന് വിധേയനായി പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അന്നറീറ്റ ഈ നിയോ കാറ്റഗുമിനേറ്റ് ഗ്രൂപ്പിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുകയും ഇറ്റാലിയൻ അല്ലാതെ മറ്റൊരു ഭാഷയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരുന്ന ആ സ്ത്രീ പിന്നീട് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രചരണത്തിന് വേണ്ടി കൊറിയയിൽ പോയി അവിടുത്തെ ഭാഷ പഠിച്ചു. കുറേ നാൾ അവിടെ ജോലി ചെയ്തതായിട്ട് എനിക്കറിയാം. ക്രിസ്തുവിന് വേണ്ടി പരിചിത സാഹചര്യങ്ങളും പരിമിതികളും എല്ലാം അതിജീവിച്ച് മറികടന്ന് പുതിയ സാഹചര്യങ്ങളിൽ ചെല്ലുകയും ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക. എറണാകുളം പാലാരിവട്ടം സ്വദേശിയായ സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇടവകാംഗങ്ങളായ ഒരു അലക്സി പള്ളനെയും ഭാര്യ ഷൈനിയെയും എനിക്കറിയാം. ഷൈനി 4ാമത്തെ കുഞ്ഞിന് ഗർഭവതിയായിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ വിദ്യാജ്യോതിയിൽ ദൈവശാസ്ത്രം പഠിക്കുവാൻ വന്നത്. അങ്ങനെ ദൈവശാസ്ത്രം പഠിക്കുകയും ധീരജ് സാബു IMS എന്ന ആ അച്ഛനോടൊപ്പം സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ, അങ്ങനെ ക്രിസ്തുവിൻ്റെ സാന്ത്വനവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുവാൻ സ്വന്തം നാടും പരിചിത സാഹചര്യങ്ങളും ഉപേക്ഷിച്ചിരുന്ന കാര്യവും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അങ്ങനെ ദൈവം വിളിക്കുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് പരിമിതികൾക്കെല്ലാം അപ്പുറമായി യാത്രയാകുവാനുള്ള തീരുമാനം. പൂനെയിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഫോക്കുലാരെ എന്ന ആ മൂവ്മെൻറ്റുമായി കൂടുതൽ പരിചയപ്പെടുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് അതിലെ കുറച്ച് പ്രേക്ഷിതർ കണ്ണൂരും വന്നിരുന്നു. ഇറ്റലിയിലെ ത്രന്തോയിൽ 1920 ജനുവരിയിൽ ജനിച്ച സിൽവിയ ലൂബിക് എന്ന ഒരു സാധാരണ സ്ത്രീ, പ്രത്യേകിച്ച് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ എല്ലാം കെടുതികൾ ചുറ്റും അനുഭവിച്ചപ്പോൾ
ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആത്മീയ ദാഹവും വിളിയും തിരിച്ചറിയുവാൻ ഇടയായി. അങ്ങനെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ആധ്യാത്മികത തിരിച്ചറിയുകയും തൻ്റെ സിൽവിയ എന്നുള്ള പേര് മാറ്റി ക്ലാര എന്ന ആ പേര് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് പിന്നീട് ഈ ഫോക്കുലാരെ മൂവ്മെൻറ്റ് 1943 ഡിസംബറിൽ ആരംഭിക്കുക. ഈ ഫോക്കുലാരെ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം ഇന്നിപ്പോൾ 182 രാജ്യങ്ങളിൽ യേശുവിനെ പ്രഘോഷിക്കുവാൻ, അവിടുത്തെ വചനം നൽകുവാൻ ഇങ്ങനെ ഹൃദയത്തിൽ അഗ്നിയായി ഫോക്കുലാരെ, ആ ഫോക്കോ സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ശാന്തിയും സ്നേഹവും സമ്മാനിച്ചുകൊണ്ട് എത്രയോ പേർ ശുശ്രൂഷ ജീവിതം നയിക്കുന്നു. ഇതുപോലെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ സാന്ത്വന സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കൂടുതൽ പേർ ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഫാദർ ജോ മന്നത്ത് SDB എഴുതിയ എ റാഡിക്കൽ ലവ്, എ പാത്ത് ഓഫ് ലൈഫ്, വിപ്ലവകരമായ സ്നേഹം, പ്രകാശത്തിൻ്റെ പുതിയ പാത എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ സബ് ടൈറ്റിൽ ദ ബ്യൂട്ടി ആൻഡ് ബേർഡൻ ഓഫ് റിലീജിയസ് ലൈഫ്, സമർപ്പിത ജീവിതത്തിൻ്റെ മനോഹാരിതയും പ്രയാസങ്ങളും എന്ന ആ പുസ്തകത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൽ എ ഗ്ലിംസ് ഇൻ ടു ദ ഫ്യൂച്ചർ മേ ബി എന്ന അധ്യായത്തിൽ അതിൻ്റെ സമാപനത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്രകാരം, ഹൗ ഡു യു ഇമാജിൻ ദ ഫ്യൂച്ചർ ഓഫ് റിലീജിയസ് ലൈഫ്, സമർപ്പിത ജീവിതത്തിൻ്റെ ഭാവിയെപ്പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നും, ആർ യു മോസ്റ്റ്ലി ഓപ്റ്റിമിസ്റ്റിക് ഓർ പെസിമിസ്റ്റിക് അബൌട്ട് ഇറ്റ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണോ ഈ സമർപ്പിത ജീവിതത്തെ കാണുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ അൽമായ സഹോദരങ്ങൾ, വിവാഹിതർ, കുടുംബജീവസ്ഥരായ വ്യക്തികൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുന്നവരായി, ആ വചനത്തിനു വേണ്ടി സമർപ്പിതരായി മുന്നോട്ട് വരേണ്ട ആവശ്യകതയുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സമർപ്പിത ജീവിതത്തെപ്പറ്റി ഒരു സിനഡ് വിളിച്ചുകൂട്ടുകയും അതിൻ്റെ സിനഡനന്തര പ്രബോധന രേഖയായി ഒരു അപ്പോസ്തലിക ആഹ്വാനം വീത്ത കൊൺസക്രാത്ത, സമർപ്പിത ജീവിതം എന്ന ഒരു പ്രബോധന രേഖ ഇറക്കിയത്. അതിൻ്റെ 62-ാമത്തെ ഖണ്ഡികയിൽ ന്യൂ ഫോംസ് ഓഫ് ഇവാഞ്ചലിക്കൽ ലൈഫ്, പുതിയ സമർപ്പിത ജീവിതം എന്നുള്ള ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. അവിടെ വിവരിക്കുക ഇപ്രകാരം: സഭയിലുള്ള സമർപ്പിത വ്യക്തികളോടൊപ്പം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരോടൊപ്പം കൂടുതൽ അൽമായ സഹോദരങ്ങളും ക്രിസ്തുവിന് വേണ്ടി, അവിടുത്തെ വിശുദ്ധ സുവിശേഷത്തിനു വേണ്ടി സമർപ്പിതരായി മുന്നോട്ട് വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ പുതിയ പ്രവണതയെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പറയുക, ഇഫ് ഓൺ ദ വൺ ഹാൻഡ് ദർ ഇസ് എ റീസൺ ടു റിജോയ്സ് അറ്റ് ദ ഹോളി സ്പിരിറ്റ് ആക്ഷൻ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു പ്രത്യേകമായ പ്രവർത്തനത്തിൽ നാം ആഹ്ലാദിക്കുന്നതോടൊപ്പം എ നീഡ് ഫോർ ഡിസേൺമെൻറ്റ് റിഗാർഡിംഗ് ദീസ് കാരിസംസ്, ഈ പുതിയ കർത്താവിന് നൽകുന്ന കഴിവുകൾ വിവേചിച്ചറിഞ്ഞ് കൂടുതൽ പ്രവർത്തിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും പറയുന്നുണ്ട്. ന്യൂ അസോസിയേഷൻസ് ഓഫ് ഇവാഞ്ചലിക് ലൈഫ് ആർ നോട്ട് ഓൾട്ടർനേറ്റീവ്സ് ടു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സമർപ്പിത ജീവിതത്തിന് പകരമല്ല, സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ നാം പരിപോഷിപ്പിക്കുന്നതോടൊപ്പം പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇപ്രകാരം കൂടുതൽ അൽമായ സഹോദരങ്ങൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിതരാകുവാൻ മുന്നോട്ട് വരേണ്ട ആവശ്യകതയെപ്പറ്റിയും പറയുന്നു. ദ ന്യൂ ഫോംസ് ആർ ഓൾസോ
എ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ പ്രത്യേകമായ സമ്മാനമാണ്, വരദാനമാണ് ഇപ്രകാരം ഉള്ള ഈ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് കൂടെ ഓർപ്പിക്കുന്നു. എനേബിളിംഗ് ദ ചേർച്ച് ടു ഫോളോ ഹെർ ലോർഡ് ഇൻ എ കോൺസ്റ്റൻറ്റ് ഔട്ട്പോറിംഗ് ഓഫ് ജനറോസിറ്റി. ഇങ്ങനെ ഔദാര്യത്തോടുകൂടെ ആ ഔദാര്യത്തിൻ്റെ ആഴത്തിൽ ജീവിക്കുവാനുള്ള ആ പുതിയ പ്രവണത നാം വളർത്തിയെടുക്കണം. ക്യാര ലൂബിക് 1977 ഇറ്റലിയിൽ വച്ച് നടത്തപ്പെട്ട ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ഇപ്രകാരം പറഞ്ഞു: എ പെൻ നെവർ നോസ് വാട്ട് ഇറ്റ് വിൽ റൈറ്റ്. ഒരിക്കലും ഒരു പേനയ്ക്ക് അറിയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ആ പേന മൂലം എഴുതപ്പെടുന്നത്. എ ബ്രഷ് നെവർ നോസ് വാട്ട് ഇറ്റ് വിൽ പെയിൻറ്റ്. ഒരു ബ്രഷിന് ഒരിക്കലും തിരിച്ചറിയാനാവില്ല എന്തെല്ലാം ചിത്രങ്ങളാണ് ആ പെയിൻറ്റിലൂടെ മഷിമുക്കി രൂപീകൃതമാകുന്നതെന്ന്. എ ചിസൽ നെവർ നോസ് വാട്ട് ഇറ്റ് സ്റ്റിൽ സ്കൾപ്റ്റ്. ഒരു ശില്പിയുടെ ആ ഉളി കൊണ്ട് എന്തെല്ലാം മനോഹരമായ ശില്പങ്ങളാണ് മെനഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. വെൻ ഗോഡ് ടേക്സ് സംവൺ ഇൻ ടു ഹിസ് ഹാൻഡ്സ്, ദൈവം ആരെങ്കിലും തൻ്റെ കൈകളിലേക്ക് എടുക്കുമ്പോൾ, ഹൂ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് എ ന്യൂ വർക്ക്, ഏതെങ്കിലും ഒരു പുതിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അങ്ങനെ ഓരോ വ്യക്തിയെയും വിളിക്കുമ്പോൾ, ഇൻ ഹിസ് ചർച്ച് ദ പേഴ്സൺ ഡസ് നോട്ട് നോ വാട്ട് ഹീ ഓർ ഷീ വിൽ ഡു. ഒരിക്കലും ആ വ്യക്തി ഒരു പക്ഷേ തിരിച്ചറിയുന്നില്ല ദൈവം ആ വ്യക്തിയെ എന്തെല്ലാം ദൗത്യപൂർത്തീകരണത്തിനായി ഉപകരിക്കുമെന്ന്. ഐ തിങ്ക് ദിസ് മൈറ്റ് ബി മൈ കേസ്. ഐ ആം ഓൺലി എ ടൂൾ. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. ഇപ്രകാരം കർത്താവിൻ്റെ ഉപകരണങ്ങളായി കൂടുതൽ പേർ സഭയിലും സമൂഹ മധ്യത്തിലേക്കും ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിൻ്റെ പ്രത്യേകമായ നിയോഗം സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പുതിയ തളിരും പൂക്കളും ഫലങ്ങളും പുറപ്പെടുവിക്കാനാകുക. ക്രിസ്തുവിൻ്റെ ഓരോ ദിനവും നൽകുന്ന ക്ഷണമിതാണ്: വരുവിൻ, ദാഹാർത്തരെ എന്നെ സമീപിക്കുവിൻ, വന്ന് കാണുക, എന്നോടൊപ്പം വസിക്കുക. അങ്ങനെ ഈ ഒരു പുതിയ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും ഇറങ്ങുക. ബൈബിളിൽ നാം കാണുന്ന ഓരോ വിളിയുടെയും പൂർത്തീകരണം ഇപ്രകാരം ഒരു ദൗത്യം സ്വീകരിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. അപ്പോസ്തലോയ് എന്ന ഒരു പദത്തിൽ നിന്നാണ്, ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോസ്തലൻ എന്ന വാക്ക് വരിക. ഓരോ അപ്പോസ്തലനും ഇപ്രകാരം അയക്കപ്പെട്ടവരാണ്. ദ വൺ ഹൂ ഈസ് സെൻഡ് വിത്ത് എ മിഷൻ, അതാണ് അപ്പോസ്തലോയ്. പ്രത്യേകമായ ഒരു ദൗത്യം ജീവിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവർ. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ഇപ്രകാരം ക്രിസ്തുവിൻ്റെ സാന്ത്വന സുവിശേഷം ജീവിക്കുവാൻ, അങ്ങനെ സമൂഹത്തിന് വ്യക്തമായ മാറ്റം, പരിവർത്തനമുണ്ടാകാൻ അയക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. വത്തിക്കാൻ കൗൺസിലിൻ്റെ അൽമായ ദൗത്യത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗത്ത് പറയുക: ടു പെർഫെക്റ്റ് ആൻഡ് പെർമിയേറ്റ് ദ സെക്കുലർ ഓർഡർ ഓഫ് തിങ്സ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്. അതായത് ഇന്ന് നാം കാണുന്ന ഈ സമൂഹത്തിൽ സുവിശേഷ ആദർശങ്ങൾ കൊണ്ടുവന്ന് ആ സമൂഹത്തിന് പരിവർത്തനമുണ്ടാക്കുക എന്നതാണ് ഓരോ അൽമായരുടെയും ജീവിത ലക്ഷ്യം. അപ്രകാരം നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിൻ്റെ സാന്ത്വന സുവിശേഷം ഇന്നും കൂടുതൽ കടന്നു വരേണ്ടിയിരിക്കുന്നു, കൂടുതൽ സമൂഹ മധ്യേ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു, ശുശ്രൂഷ ജീവിതം വഴി സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ജീസസ് യൂത്ത് വഴിയും ഫോക്കുലാര വഴിയും സാന്ത്വന കമ്മ്യൂണിറ്റി വഴിയും നിയോ കാറ്റക്കുമിനേറ്റ് വഴിയും ഒക്കെ നടക്കുന്ന ഈ പുതിയ സുവിശേഷ ദൗത്യത്തിൽ കൂടുതൽ പേർ പങ്കാളികളാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തന്നെ ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ട്
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല പിതാവാണല്ലോ. അങ്ങയുടെ വിളി ഞങ്ങൾ ശ്രവിക്കുമ്പോൾ അതിനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി വ്യക്തമായ ഒരു ദൗത്യവും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം തിരിച്ചുവിടുവാൻ വേണ്ട കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലാഭവും മെച്ചവും ഒന്നും പരിഗണിക്കാതെ അങ്ങയുടെ വിശുദ്ധ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുവാൻ, അതിനായി ത്യാഗത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്നു. അവിടുന്ന് അനുദിനം നമ്മെ വിളിക്കുന്നു. അവിടുത്തെ സ്നേഹവും കാരുണ്യവും കൂടുതൽ സമൂഹത്തിൽ ഉണ്ടാകുവാനും അങ്ങനെ കാരുണ്യത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുവാനും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഉപകരണങ്ങളായി മാറ്റുന്നു. എന്താണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിളി എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ആ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളി അനുസരിച്ച് ദൗത്യവാഹകരായി, സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി, കാരുണ്യത്തിൻ്റെ സൃഷ്ടാക്കളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.